അതിന് പ്രാധാന്യമൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്രദമാക്കുന്നതിൽ തരത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. അത് വ്യക്തി എന്നുള്ള തലത്തിലുള്ള പരിമിതികളുണ്ട്. നമ്മുടെ സമയക്കുറവിന്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലാക്കലിന്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ കഴിവുകേടിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ എന്റെ മുമ്പിലുണ്ടായിരുന്നു. അതുപോലെ അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങള്. അതെങ്ങനെ നടപ്പിൽ വരുത്തണം എന്നുള്ളതിന്റെ അറിവില്ലായ്മേന്റെ പ്രശ്നങ്ങൾ. ഇതൊക്കെ തന്നെ എനിക്ക് ഓരോ പടികളെ കുറിച്ചും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ ശാരീരിക വശം പോലെ തന്നെ നമ്മളെ ആത്മീയമായിട്ടുള്ള മുറിവുകൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇതെങ്ങനെയാ എനിക്ക് ചെയ്യേണ്ടതെന്ന് മാത്രം എനിക്കറിയില്ല. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. 1 തുടങ്ങണോ? 10 തുടങ്ങണോ? 12 തുടങ്ങണോ? എവിടുന്നാണ് ഞാൻ തുടങ്ങേണ്ടതെന്ന് പോലും എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു. അത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ എന്നെ സഹായിച്ചിട്ടുള്ളത് മറ്റ് പഴമക്കാരുടെ അനുഭവങ്ങളാണ്. വിജയകരമായി മുമ്പോട്ട് പോയി ജീവിതം നല്ല രീതിയിൽ ജീവിക്കുകയും ആത്മീയമായിട്ടുള്ള ആ ഒരു പ്രകാശം അവരുടെ ജീവിതത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ എല്ലാ സമസ്ത മേഖലകളിലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്വസ്ഥമായി സന്തോഷകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ സുബോധ ജീവിതം ഒരു ആഘോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ഞാൻ അത്തരം കാര്യങ്ങൾ പങ്കുവച്ചപ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അവരെന്നോട് പറഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് അവർ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് ഈ ആത്മീയ നടപടികൾ അവർ പ്രയോഗത്തിൽ വരുത്താൻ അവർക്ക് സാധിച്ചത് എന്നുള്ള കാര്യങ്ങൾ അവരെന്നോട് സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഒരു വെളിച്ചം കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ പല ശ്രമങ്ങളും നടത്തി നോക്കിയത്. ആ ശ്രമങ്ങൾ എന്നെ വളരെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം അതെന്നെ ഒരുപാട് അത്ഭുതകരമായി ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായി ഒരു വ്യക്തിയോട് ക്ഷമ പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു എത്രയോ കിൻഡൽ കണക്കിനുള്ള ഭാരം എന്റെ തലയിൽ നിന്ന് ഇറക്കി വെച്ച പോലുള്ള ഒരു അവസ്ഥയുണ്ടായി. കാരണം എത്രയോ കാലം ഞാൻ ഒരാളോട് മിണ്ടാതെ നടക്കുന്ന ഒരാൾ. ഒരു ഒരു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു. അയാളുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. പക്ഷേ കള്ളു കുടിച്ചിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഉറപ്പാണ്. അയാൾ എന്നോട് മിണ്ടാറില്ല, ഞാൻ അയാളോടും മിണ്ടാറില്ല. അതെനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു എത്രയോ കാലമായിട്ട്. അയാൾക്കും അതുപോലെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് അതുവരെ സാധിച്ചിട്ടില്ല. അത് ഞാൻ അയാളോട് ഈ ഈ എഐയിൽ വന്നതിന് ശേഷം കിട്ടിയ ധൈര്യം കൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞപ്പോ എനിക്ക് അയാൾക്കും അത്ഭുതകരമായ ഒരു ആശ്വാസമാണ് ഉണ്ടായത്. അയാളും ഞാൻ വളരെ നേരം ശരിക്കും പറഞ്ഞാൽ കണ്ണില് വെള്ളം നിറഞ്ഞു പോയി രണ്ടുപേർക്കും. കാരണം സത്യത്തിലൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അയാളും എന്നോട് പറഞ്ഞു, "നീ എന്നോട് മിണ്ടാത്തതുകൊണ്ടാണ്. എനിക്കറിയില്ല ഇപ്പൊ എന്താ പ്രശ്നം." എനിക്കും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട് അതുപോലെ മുൻവിധികൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുകയും ഒളിച്ചു നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ അതുപോലെ ഭയം കൊണ്ട് ഞാൻ പലരിൽ നിന്നും മാറി നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ധൈര്യപൂർവ്വം കടന്നു ചെല്ലാൻ എനിക്ക് പിന്നീട് സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ ശ്രമം കൊണ്ട് ഒരുപാട് കാലത്തെ ധൈര്യം സംഭരിച്ചുകൊണ്ട് ഞാൻ അത്ര ഒരു ധൈര്യശാലിയൊന്നും ആയിരുന്നില്ല. കുടിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് മേഖലകളിൽ ഞാൻ ഒരു ഭീരുവായിരുന്നു. കാരണം പല മേഖലകളിലും എനിക്ക് തീരെ ധൈര്യമില്ല. മറ്റ് പലരും കാണിക്കുന്ന സാധാരണ ജീവിതത്തിൽ കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് കൈകാര്യം ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു. എനിക്ക് എൻ്റെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു തൊഴിൽ ചെയ്ത ഒരു പൈസ ഞാൻ ഒരു തൊഴിലാളിയാണ്. അത്തരത്തില് എനിക്ക് പല പണികളും അറിയാം. ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് ആളുകളെയൊക്കെ വെച്ച് പണിയൊക്കെ എടുപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആയിട്ട് പോലും എനിക്കൊരു കാര്യം എനിക്ക് മദ്യമില്ലാത്ത ഈ കാലഘട്ടത്തില് എനിക്ക് ഒരാളോട് ഇപ്പോഴും ഞാൻ നേരിടുന്ന പല പ്രശ്നം ഒരാളടുത്തും ചിലപ്പോ ഒരു പൈസ കിട്ടാനുണ്ടെങ്കിൽ അതെനിക്ക് ചോദിച്ചു വാങ്ങാൻ അല്ലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിക്കാനോ അതിലപ്പുറത്തേക്ക് എനിക്ക് പോകാനോ അയാളോട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് വാങ്ങാനോ അല്ലെങ്കിൽ അയാളോട് ഒരു കടുംപിടുത്തം പിടിച്ച് മറ്റു പലരും കാണിക്കുന്ന പോലെ നല്ല 2 വർത്താനം പറഞ്ഞിട്ട് മേടിക്കാൻ. പണ്ട് മദ്യപിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അയാളെ പിന്നെ ജീവിക്കാൻ വിടൂല. ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ വിടൂല ചിലപ്പോ. പക്ഷെ മദ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ യഥാർത്ഥ മനുഷ്യനായി കഴിഞ്ഞപ്പോ എനിക്ക് അതിനുള്ള ധൈര്യം പോലും അതായത് 100% എന്റെ വശത്താണ് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ എന്റെ വശത്താണ് നീതി എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും എനിക്കത് സ്ഥാപിച്ചെടുക്കാനോ അത് മറ്റുള്ളവരോട് അതിനുവേണ്ടി സംസാരിക്കാനോ അതിനുവേണ്ടി തർക്കിക്കാനോ ഒന്നും തന്നെയുള്ള കഴിവ് എനിക്കില്ലാണ്ടായി. അതുപോലെ മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം അതെനിക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും അതെനിക്ക് പറ്റില്ല, നോ എന്ന് പറയാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം എനിക്കത് പലപ്പോഴും വലിയ കുരിശായി മാറാറുണ്ട്. കാരണം എനിക്കൊരിക്കലും പറ്റാത്ത കാര്യം ഞാൻ പറ്റും അല്ലെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ അതിൽ കിണിഞ്ഞു പോകാറുണ്ട്. മറ്റു പലരും എന്നെ അതിൽ പെടുത്താറുണ്ട്. അങ്ങനെ ഞാൻ ഈ സുബോധത്തിൽ ജീവിക്കുമ്പോൾ പോലും എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നഷ്ടകഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മനോവേദനകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഞാൻ എൻ്റെ പാളിച്ചകളായും എൻ്റെ ദൗർബല്യങ്ങളായും ഞാൻ കണ്ടെത്തുകയും അംഗീകരിക്കുകയും
ഞാൻ അതിനെയൊക്കെ വിട്ടുകളയുകയും ചെയ്തു. ഞാൻ പിന്നെ അതിന്റെ പുറകെ പോകാൻ നിന്നിട്ടില്ല. പുറകെ പോയി കഴിഞ്ഞാൽ എനിക്കത് ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഞാൻ തീർച്ചയായും എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ ഞാൻ അപകടകരമായ ഒരു രോഗിയാണ്. മറ്റ് പലർക്കും അറിയില്ലെങ്കിൽ പോലും ഞാൻ എന്നെ വിലയിരുത്തുന്നത് വളരെ അപകടകരമായ ഒരു ഒരു മദ്യാസക്ത രോഗി എന്നുള്ള രീതിയിലാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനായ അങ്ങേയറ്റം അപകടകരമായ മാനസികാവസ്ഥയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. ഇന്നും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പല പ്രശ്നങ്ങളും മറ്റ് പലരും എന്നോട് ചോദിക്കും, "എന്തുകൊണ്ടാ നീ അത് വിട്ടുകളഞ്ഞത്? അല്ലെ എന്തുകൊണ്ട് നീ അത് ചോദിച്ചില്ല? എന്തുകൊണ്ട് നീ അത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല?" എന്ന് ചോദിക്കുമ്പോൾ പോലും അവരോട് എനിക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കില്ലെങ്കിൽ പോലും ഞാന് എന്നോട് തന്നെ പറയാറുണ്ട്, "എനിക്കത് പറ്റില്ല, അല്ലെങ്കിൽ അത് വിട്ടുകള" എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് ഒഴിവായി പോകാനാണ്. അതാണ് എനിക്ക് ബുദ്ധി. എൻ്റെ സുരക്ഷിതത്വത്തിന് നല്ലത് അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. അതെന്റെ ബലഹീനതയായിരിക്കാമെങ്കിൽ പോലും പലപ്പോഴും അതെന്റെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും അതുപോലെ നോ എന്ന് പറയാനുള്ള ശേഷി ഞാൻ വീണ്ടെടുത്തിട്ടുണ്ട്. അതിന്ന് എനിക്ക് വളരെ അഭിമാനകരമായി തോന്നാറുണ്ട്. കാരണം എന്റെ കഴിവുകേടുകളെ കുറിച്ച് ഞാൻ ബോധവാനായി എന്നാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് പലരും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുക്കും. എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ അത് ഏറ്റെടുക്കും. ശരിയെന്ന് ഞാൻ പറയും. അത് ഞാൻ ചെയ്തോളും എന്ന് പറയും. പക്ഷെ ഇന്നെനിക്ക് അങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം എന്റെ കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും തിരിച്ചറിയാൻ ആൽക്കോഹോളിക്സ് അനോണിമസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നോ എന്ന് പറയാൻ ഇന്നിപ്പോ അത്യാവശ്യമൊക്കെ പറ്റുന്നുണ്ട്. എല്ലായിടത്തൊന്നും പറ്റുന്നില്ലെങ്കിലും കുറെയൊക്കെ എനിക്ക് എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്കതാവില്ല എന്ന് പറയാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതെന്നെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റു പല പ്രശ്നങ്ങളും ഒഴിവായി പോയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ രക്ഷപ്പെടാറുണ്ട്. മറ്റുള്ളവരും എന്നെക്കൊണ്ട് രക്ഷപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിൽ വേണ്ട വളരെ പ്രാഥമികമായി പോലും ഞാൻ പഠിക്കാതിരുന്ന ഇത്രയും പ്രായത്തിനിടയിൽ പോലും വളരെ പ്രാഥമികമായി സാധാരണ മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ പോലും ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് പഠിച്ചെടുത്തിട്ടുള്ളത്. കാരണം അത്രയധികം അജ്ഞതയിലേക്കും പെരുമാറ്റ വൈകല്യങ്ങളിലേക്കും ചിന്താ വൈകല്യങ്ങളിലേക്കും ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗം എന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അത്രയധികം വൈകല്യങ്ങൾ എന്റെ ചിന്തകൾക്കും എന്റെ പെരുമാറ്റങ്ങൾക്കൊക്കെ വരുത്താൻ മദ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ റീവൈൻഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. വളരെ ദീർഘകാലം ചിലപ്പോൾ അതിന് എടുക്കേണ്ടി വരും. അതിന് ഒക്കെ തന്നെ എന്നെ സഹായിക്കുന്നത് എയുടെ ദിനം പ്രതിയുള്ള മീറ്റിംഗ്. എല്ലാ ദിവസവും മാറാത്ത രോഗത്തിന് തീരാത്ത ചികിത്സ എന്നൊക്കെ പറയുന്ന പോലെ ദിനം പ്രതി എന്നോണം ഞാൻ എന്നെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള മനുഷ്യനാണ് ഞാൻ. അതുപോലെ എല്ലാ ദിവസവും പുതിയ അനുഭവങ്ങളാണ്. എല്ലാ ദിവസവും പുതിയ ജീവിതമാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു ദീർഘകാല പരിപാടിയില്ല. ഇന്നത്തെ 24 മണിക്കൂർ സമയമാണ് ജീവിക്കുന്നത്. 24 മണിക്കൂർ സമയമാണ് മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ 24 മണിക്കൂറും പുതിയ അനുഭവമാണ്. പുതിയ ജീവിതമാണ് സമ്മാനിക്കുന്നത്. അതുപോലെ ഓരോ വ്യക്തികളും പുതിയ പുതിയ വ്യക്തികൾ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ അനുഭവങ്ങളാണ്. അതിലൂടെ കിട്ടുന്നത് വലിയ വലിയ അറിവുകളാണ്. ഒരു പുതിയ ഒരാൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ അയാളിൽ നിന്നാണ് ഏറ്റവും അത്ഭുതകരമായ സന്ദേശങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ കിട്ടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം പഴമക്കാരിൽ നിന്ന് കിട്ടിയിരുന്നൊക്കെ എത്രയോ അത്ഭുതകരമായ വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ ചില സൂചനകളും ചില സ്പാർക്കുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് പുതിയ ആളുകൾ അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്നെ അത്ഭുതകരമായി മുമ്പോട്ട് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് സംഭവിച്ചിട്ടുള്ള ചില ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. ഒരാൾക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം അയാൾ വന്ന് തുറന്നു പറയുമ്പോൾ എത്രയോ ആളുകൾ മദ്യത്തിലേക്ക് പുനഃപതനത്തിലേക്ക് തിരിച്ചു വന്ന് അവരുടെ വളരെ സങ്കടകരമായ ദുരന്തപൂർണമായ ആ ഒരു യാത്രയെക്കുറിച്ച് തിരിച്ചു വന്ന് പറയാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ചില സുഹൃത്തുക്കൾ അത് പറയുമ്പോൾ ആ വഴിയിലൂടെ കടന്നു പോകാതിരിക്കാൻ നമ്മളെ അത് സഹായിക്കാറുണ്ട്. എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പിന്നീട് ആ വഴിക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന പല ആളുകൾക്കും അതിൽ നിന്ന് പിന്തിരിയാനും ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും അത് മറ്റുള്ളവരുടെ ദുരന്താനുഭവങ്ങൾ പോലും ഏറ്റവും മോശമായ അനുഭവങ്ങൾ പോലും മറ്റുള്ളവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുപോലെ തുല്യത. ഓരോ വ്യക്തികൾക്കും എല്ലാവരും ചെയ്യുന്ന സേവനങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓരോരുത്തരും വലിയ വലിയ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ മാനങ്ങളോ ഒന്നും അല്ല ഇത്. ഇതിന്റെ സ്ഥാനമാനങ്ങളൊക്കെ തന്നെ അതിന്റെ നടത്തിപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്. എല്ലാവരും തുല്യതയുടെ അടിസ്ഥാനത്തിലാണ് പല പല മേഖലകളിൽ സമൂഹത്തിന്റെ പല മേഖലകളിലും ജീവിക്കുന്നവരും പല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും സാമ്പത്തിക ശേഷിയും പല തട്ടിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും
എല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കാനും ഒരു സഹോദരന്മാരെ പോലെ ഒരേ മനസ്സോടു കൂടി ഒന്നിച്ച് നിൽക്കാനുമുള്ള ഒരു സമഭാവനയുടെ ഒരു അന്തരീക്ഷം പലപ്പോഴും എനിക്ക് അപരിചിതമായ ഒരു അന്തരീക്ഷം കണ്ടെത്താൻ സാധിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസിൽ. അങ്ങനെയൊക്കെ എല്ലാവരും പലരും പറയാറുണ്ട് അങ്ങനെയാണെന്ന് നമ്മൾ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അത് പ്രയോഗത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു സമത്വത്തോടു കൂടി എല്ലാവരും തോളിൽ കൈയിട്ടുകൊണ്ട് എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും എത്ര പഴമക്കാരനായാലും ഇന്ന് വന്ന് കടന്നു വന്ന ആളായാലും ശരി വളരെ എന്താ പറയാ ഒരു സമഭാവനയോട് കൂടി ഒന്നിച്ച് നിൽക്കാനും മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ എത്രയും അനുഭാവത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാനും അതിന് പരിഹാര നിർദ്ദേശങ്ങൾ തരാനും ഒക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു വഴിതെറ്റിക്കാൻ എത്രയോ ആളുകളോട് ഞാൻ മദ്യപിക്കുന്ന സമയത്ത് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നീ ഒരു ഫുള്ള് മേടിച്ച് ഇങ്ങോട്ട് പോരി എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാന്നാ പറഞ്ഞിട്ട്. അതേസമയം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടിയിൽ വന്നിട്ട് എനിക്ക് ഒരിക്കലും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രതിഫലത്തിന് വേണ്ടി അല്ലാതെ യാതൊരു പ്രതിഫലേച്ഛയില്ലാതെയാണ് എന്നെ ഒരുപാട് ആളുകൾ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒന്നിച്ച് മദ്യപിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകൂടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്ത എത്രയോ വ്യക്തികൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി എനിക്ക് സഹായിച്ചു. ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ മദ്യത്തിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പുനഃപതനം സംഭവിച്ചപ്പോൾ ആ അപകടകരമായ അവസ്ഥയിൽ നിന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ദീർഘകാലം എൻ്റെ പുറകെ നടക്കുകയും എന്നെ സഹിക്കുകയും എന്നെ വളരെ ക്ഷമാപൂർവം എന്നെ അനുധാവനം ചെയ്ത് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ടാണ് അവർ എന്നെ വീണ്ടും ചികിത്സക്ക് എത്തിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തതിന്റെ പിന്നിൽ ത്യാഗനിർഭരമായ ഒരുപാട് ആളുകളുടെ ത്യാഗനിർഭരമായ സഹായ സഹകരണങ്ങളുണ്ട്. അത് ഞാൻ ഇന്ന് വളരെ നന്ദിപൂർവ്വം ഓരോ വ്യക്തിയെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് അവരെ സഹായിച്ചിട്ടുള്ളതും നമ്മളെ ഈ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിലൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാടും ആ വെളിച്ചമാണ് ആ നിസ്വാർത്ഥമായ ആ സേവനത്തിന് അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എയുടെ റിക്കവറി മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വ്യക്തിപരമായും നമ്മുടെ കൂട്ടായ്മക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ മറ്റ് മീറ്റിങ്ങുകളും നമ്മൾ നടത്താറുണ്ട്. ക്ലോസ്ഡ് മീറ്റിംഗ് അല്ലാതെ മദ്യാസക്തർ മാത്രം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഷെയറിങ്ങുകൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഷെയറിങ്ങുകൾ വളരെ മനസ്സ് തുറന്നുള്ള ഷെയറിങ്ങുകൾ നടത്തുന്ന മദ്യാസക്തർ മാത്രം പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ് നമ്മുടെ ക്ലോസ്ഡ് മീറ്റിംഗ്. അത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഓപ്പൺ മീറ്റിങ്ങുകൾ ആയിട്ട് നടത്താറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലെ മദ്യാസക്തരായ അല്ലാത്ത മറ്റ് നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പങ്കെടുക്കുന്ന പരിപാടികളിൽ നമ്മൾ പൊതു കാര്യങ്ങളൊക്കെ അത്രയും രഹസ്യ സ്വഭാവം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടി പൊതു സ്വഭാവമുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള പരിപാടിയിൽ സംസാരിക്കാറ്. ക്ലോസ്ഡ് മീറ്റിങ്ങിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളപ്പോൾ പരിപാടികൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ മദ്യാസക്തിക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അത്തരം പരിപാടികൾ പങ്കെടുക്കാറ്. അതുപോലെ പൊതുപരിപാടികളായിട്ട് നമ്മൾ അയയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. പബ്ലിക് റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ യാത്രാ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പോയിട്ടില്ല. അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഇത്തരം അനുഭവങ്ങളൊന്നും തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളൊന്നും ഒക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടി വരും. അത് വേറെ തന്നെ ഒരു രീതിയാണ്. നമ്മൾ മീറ്റിങ്ങുകളിൽ സംസാരിക്കുന്ന രീതികൾ നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. കാരണം അവിടെ പൊതു സമൂഹമാണ്. അതില് മദ്യാസക്തരല്ല. പലരും ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും വെറുതെ വന്നവരും അല്ലെങ്കിൽ വെറുതെ കേൾക്കാൻ വന്നവരൊക്കെ ഉണ്ടാവും. അവരുടെ മുമ്പിൽ നിന്ന് നമ്മുടെ അനുഭവങ്ങളൊന്നും നമ്മൾ വിളിച്ചു പറയേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യം കേട്ടിട്ട് അവരെ സ്പർശിക്കൂല. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ള വില ചിലപ്പോൾ നഷ്ടപ്പെടാനേ സാധ്യതയുള്ളൂ. ആൽക്കഹോളിക്സ് അനോണിമസിൽ മാത്രമേ നമ്മുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിലയുള്ളൂ. അതിന് പുറത്ത് സമൂഹത്തിൽ ഇതിന് വലിയ ഈ കൂട്ടായ്മയോ അല്ലെങ്കിൽ ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിനെ പോലും ആ രീതിയിൽ അംഗീകരിക്കാൻ ഇന്നും സമൂഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആ രീതിയിൽ സംസാരിക്കുന്നതിൽ കാര്യമില്ല. അവിടെ നമ്മൾ എയുടെ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പരിപാടിയെ നമ്മൾ പരിചയപ്പെടുത്തുകയും ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു വഴിയുണ്ട് എന്നുള്ള വിവരം നമ്മൾ അവരിലേക്ക് ആ മെസ്സേജ് കൊടുക്കാനുമാണ് നമ്മൾ ആ
പ്രോഗ്രാമിലൂടെ അത്തരം മീറ്റിങ്ങുകളിലൂടെ നമ്മൾ ശ്രമിക്കാറ്. അതുപോലെ നമ്മുടെ സർവീസ് സ്ട്രക്ചറിന്റെ ഭാഗമായി നമ്മൾ മറ്റ് ഒരുപാട് പ്രാദേശിക ഗ്രൂപ്പുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് അതിന്റെ ഒരു സർവീസ് കേന്ദ്രം എന്നുള്ള നിലക്ക് ഇന്റർ ഗ്രൂപ്പും അതിന്റെ മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. അത് ഗ്രൂപ്പുകൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇന്റർ ഗ്രൂപ്പ്. അതുപോലെ നമ്മളെ പിന്നെ ദേശീയ തലത്തിൽ നമ്മളെ ജനറൽ സർവീസ് ഓഫീസ് ഉണ്ട്. ഇപ്പോൾ ബോംബെയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഓഫീസ് ഉണ്ട്. അതിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. GSO മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതുപോലെ വേൾഡ് കോൺഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകൾ ആൽക്കഹോളിക്സ് അനോണിമസുമായി ബന്ധപ്പെട്ട് അല്ലാതെ ഒരുപാട് സർവീസ് കമ്മിറ്റികളുണ്ട്. ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ. നമ്മുടെ എല്ലാം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കാനും നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. സ്വയം കുടിക്കാതിരിക്കുക, മറ്റുള്ള ഈ പ്രയാസം അനുഭവിക്കുന്ന മറ്റ് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ പ്രാഥമികമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ തന്നെ. ഈ പ്രശ്നത്തിന്റെ വൈപുല്യം കാരണമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ. നമ്മൾ ഒറ്റക്ക് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശം കൊടുത്താൽ എത്തിച്ചേരാൻ പറ്റാത്തതിന് അപ്പുറത്തേക്കാണ് ഇന്ന് ഈ പ്രശ്നത്തിന്റെ അത്രയും വൈഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റാത്ത അത്രയും ദൂരത്തുള്ള ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ നമ്മൾ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് എത്തിക്കാൻ പുതിയ വഴികൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ മറ്റ് സർവീസ് മേഖലകൾ, സ്റ്റിക്കറുകളായാലും അതുപോലെ പത്രങ്ങളായാലും TV ആയാലും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും തന്നെ നമ്മളെ വ്യക്തിപരമായ അനാമധേയത്വം പുലർത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള സർവീസിന് വേണ്ടി നമ്മൾ ഫോൺ നമ്പറുകളും ഒക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സർവീസ് കമ്മിറ്റികളും മീറ്റിങ്ങുകളും അതിന്റെ മീറ്റിങ്ങുകളും ഒക്കെ തന്നെ നമ്മൾ ചേരാറുണ്ട്. അപ്പൊ ഈ മീറ്റിങ്ങുകളൊക്കെ തന്നെ നമ്മളെ പൊതുവായ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ഏറ്റവും സ്പിരിച്വലായി ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതും ഈ റിക്കവറി മീറ്റിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നെ സംബന്ധിച്ച് ഉള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവമായി അത് ചേർത്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചത്. അത് എത്രമാത്രം ഫലപ്രദമായി എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതൊക്കെ തന്നെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളുമായിട്ട് വെളിച്ചത്തിലാണ്. അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ എല്ലാവർക്കും സുബോധത്തിന്റെ നല്ല ദിവസം ആശംസിക്കുന്നു. അതുപോലെ ഇനി അങ്ങോട്ടേക്കുള്ള ജീവിത യാത്രയിലും നമ്മുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ മാറി നല്ലൊരു ജീവിതവും നല്ലൊരു ദിവസങ്ങളും നമുക്ക് വന്നു ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നല്ലൊരു സുബോധത്തിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.